ഡിയർ സ്റ്റുഡൻസ്, ഈ കോഷ്യന്റിൽ 0 ആഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് മോഡലായിട്ട് ചെയ്യാം. 7205 ഡിവൈഡഡ് ബൈ 6. 7ൽ 6 ഉണ്ടോ? 7 വലിയ നമ്പറാണ്, 6 ചെറിയ നമ്പറാണ്. 7ൽ 6 ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡിജിറ്റും കൂടെ ചേർത്തി വായിക്കണം. ഇവിടെ ഇപ്പോൾ 7ൽ 6 ഉണ്ട്. 7ൽ 6 ഉണ്ട്. 7 6. എത്ര 6 ഉണ്ട് 7ൽ? 1 6 6. 2 6 12 ആണ്. നമുക്ക് 7 വേണ്ടത്. 6 ഉണ്ട്, പിന്നെ 12 ആണ്. അപ്പം ഇതെടുക്കരുത്. അതായത് ഒന്നുകിൽ 7 കിട്ടണം, അതല്ലെങ്കിൽ ഇതിനോട് ചേർന്ന നമ്പർ, ഇതിനോട് അടുത്ത് കിടക്കുന്ന ചെറിയ നമ്പർ എടുത്ത് ബാക്കിയുള്ളത് മൈനസ് ചെയ്തിട്ട് ഇടാണ് വേണ്ടത്. അപ്പോൾ 7ൽ 6 ഉണ്ട്. 1 6 6. 2 6 12 ആണ്. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. 1 6 6. 1 6 6. 1 6 6. മൈനസ് ചെയ്യുമ്പോൾ 7ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 1. ഇതിന് മുന്നേ ചെയ്തതിൽ 0 ആയിരുന്നു. എല്ലാ സമയത്തും 0 ആവണമെന്നില്ല. എല്ലാ സമയത്തും ഈ നമ്പർ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അടുത്ത നമ്പർ ചേർക്കണം. അതൊക്കെ നിങ്ങൾ ഇനി മനസ്സിലാലോചിച്ചിട്ട് അത് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ 7ൽ നിന്ന് 6 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഡിജിറ്റ് താഴേക്ക് ഇറക്കിയിടണം. 2. ഏത് ഡിജിറ്റ് താഴേക്ക് ഇറക്കിയിട്ടാലും അത് ഒരുമിച്ച് ആ ഭാഗത്തുള്ള എല്ലാം കൂടെ ഒരുമിച്ച് വായിക്കണം. അപ്പോൾ 2 ഇറക്കിയിട്ട് അപ്പോൾ ഇത് 12 ആയി. ഇനി 12ൽ 6 ഉണ്ടോ എന്ന് നോക്കുക. 12ൽ 6. 12 വലിയ നമ്പറാണ്, അതിൽ 6 ഉണ്ട്. ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 6 12. 2 6 2 6 12. ഇനി മൈനസ് ചെയ്യാം. 2ൽ നിന്ന് 2. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ മൈനസ് ചെയ്യണം. 2ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 0. 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0. ഇനി നോക്കുക. അപ്പോൾ നമ്മുടെ 7 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ഇനി അടുത്ത ഡിജിറ്റ് 0 ആണ്. 0 താഴത്തേക്ക് ഇറക്കിയിടുന്നു. ടീച്ചർ പറഞ്ഞു ഈ മൈനസ് ചെയ്തിട്ട് എഴുതുന്ന സീറോകൾക്ക് വിലയില്ല. മൈനസ് ചെയ്തിട്ട് ഇപ്പുറത്ത് എഴുതുന്ന സീറോകൾക്ക്. ഈ 0 മൈനസ് ചെയ്തതല്ല, ഇത് നമ്മൾ ഫ്രഷായിട്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് 0 ആണ്. ഫ്രഷായിട്ട് ഈ ഡിവിഡൻറ്റിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടതാണ്. ഇതിൽ ഇതുണ്ടോ എന്ന് നോക്കണം. ഇത് ഒരുമിച്ച് ഈ ഒരു ഫ്രഷ് നമ്പർ, ഒരു ഫ്രഷ് ഡിജിറ്റ് നമ്മൾ താഴേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് വായിക്കണം. ആ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ളതും കൂടി ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ 0 ഇതൊക്കെ 0 ആണ്. പക്ഷേ ഈ 2 സീറോകൾക്ക് വലിയ വിലയില്ലാത്ത 0 ആണ്. പക്ഷേ ഈ 0ന് വിലയുണ്ട്. ഇതിൽ ഈ 6 ഇല്ല. ഇത് മൈനസ് ചെയ്ത 0 ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു ഫ്രഷ് 0 ഇവിടെ ഇറക്കിയിട്ടു അതിൽ ഇത് ഉണ്ടോ എന്ന് നോക്കി. ആ 0ൽ ഇതില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0 ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡിജിറ്റ് ഇറക്കിയിടണം. 5 ഇറക്കിയിട്ടു. ഇനി നോക്കാം. നമ്മളിത് ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിക്കുമ്പോൾ ഇത് 5 എന്നാണ് വരിക. 5ൽ 6 ഉണ്ടോ എന്ന് നോക്കണം. 5ൽ 6 ഇല്ല. 5 ചെറുത്, 6 വലുത്. ഈ 5ൽ 6 ഇല്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിജിറ്റ് ഇറക്കിയിട്ടു അതിൽ ഇതില്ല, 0 ഇട്ടു. അത് കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ടിട്ട് ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ 5 എന്നാണ് വരുന്നത്. ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ ആ ഡിജിറ്റ് 5 അത് ഒറ്റയ്ക്കപ്പം നിൽക്കണത്. ആ 5 ഇതിൻ്റെ ഇപ്പുറത്തുള്ള നമ്പറുകളൊന്നും ഇല്ല, ഒക്കെ 0 ആണ്. ആ ഡിജിറ്റ്, ആ ഫ്രഷ് ഇറക്കിയിട്ട് ഡിജിറ്റ് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നത്. ആ ഡിജിറ്റിൽ ഇതുണ്ടോ എന്ന് നോക്കിയപ്പോൾ 5ൽ 6 ഇല്ല. അപ്പോൾ ഇതൊരു ഫ്രഷ് നമ്പർ തന്നെയാണ്. താഴത്തേക്ക് ഇറക്കിയിട്ട് ഡിവിഡൻറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ട നമ്പറാണ് ഈ 5. അതിലും ഇത് ഇല്ല. അപ്പോൾ വീണ്ടും ഇവിടെ 0 ചേർക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് ഇറക്കിയിടണം. അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ടിട്ട് ഒരുമിച്ച് വായിക്കുക വേണ്ടത്. അതിന് അടുത്ത ഡിജിറ്റ് ഇനി ഇവിടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതില്ലാത്ത കാരണം ആ 0 എഴുതിയിട്ട് ഈ 5ൻ്റെ ബാലൻസ് റിമൈൻഡർ ആക്കിയിട്ട് ഇവിടെ വെക്കുക. കഴിഞ്ഞു പ്രോബ്ലം. നിങ്ങൾ ഇത്രയും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഫ്രഷ് ഡിജിറ്റുകൾ, ആ ഫ്രഷ് ഡിജിറ്റ് 0യോ 1ഓ 2ഓ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ താഴത്തേക്ക് ഇറക്കിയിടുമ്പോൾ അതിൽ ഈ ഡിവൈസർ ഇല്ലെങ്കിൽ ഇവിടെ 0 ചേർക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് ഇറക്കിയിടണം. അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ടിട്ട് അത് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറിൽ ഇതുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ ടേബിൾസ് എഴുതിയിട്ട് അത് പ്രൊസീഡ് ചെയ്യാം.
ഇല്ലെങ്കിൽ ഒരു ഫ്രഷ് ഡിജിറ്റാണ് ഇറക്കിയിട്ടതെങ്കിൽ അതിലും ഇത് വീണ്ടും പോകുന്നില്ലെങ്കിൽ വീണ്ടും അവിടെ 0 ചേർക്കണം. ഓക്കെ.